You cannot change your destination overnight, but you can change your direction overnight. പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളും ഒക്കെയായി ഒരു പുതുവർഷം കൂടി വരികയായി. 2023 നമുക്ക് നൽകിയ ഒരുപാട് അനുഭവങ്ങളും വെല്ലുവിളികളും നന്മകളും ഒക്കെയും കഴിഞ്ഞ് നമ്മൾ 2024 ഒരുപാട് ശുഭപ്രതീക്ഷകളുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയോ നന്മകൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സാധ്യമാകുന്നൊരു വർഷമാകണം എന്നൊരു തോന്നലുണ്ടാകും. നമ്മുടെ മനസ്സിൽ ചിന്തകളിൽ ഒക്കെ ഒരു പുതിയൊരു ഊർജമുണ്ടാകും. അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ചിന്തകളാണ്. ആ ചിന്തകളുടെ ക്വാളിറ്റിയാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ചിന്തകളിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിനെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ലേ? ഏതൊരു യാത്രയും തുടങ്ങുന്നതിന് മുൻപ് ആ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടാവണം. എങ്കിൽ മാത്രമാണ് ആ ലക്ഷ്യത്തിൽ നമുക്ക് വ്യക്തമായി കറക്റ്റായി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ 2024 തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് 2024 അവസാനിക്കുന്ന സമയത്ത് ഇതെൻ്റെ വർഷമായിരുന്നു, എൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വർഷമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായി നമ്മൾ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ വളരെ സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. സ്മാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള, അറ്റൈനബിൾ ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള, ടൈം ബൗണ്ട് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. അത് ജീവിതത്തിൻ്റെ 4 തലങ്ങളിലും ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ് ഇവിടെയെല്ലാം വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്ത് അത് ഇയർലി പ്ലാൻ ആകട്ടെ, മന്ത്ലി, വീക്ക്ലി, ഡെയിലി ഇതൊക്കെ സെറ്റ് ചെയ്ത് ഓരോ ദിവസവും വളരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ സമയത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയത്തിലെത്താൻ നമുക്ക് കഴിയും. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് കഴിയും. അതിന് ഏറ്റവും പ്രധാനം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് തന്നെയാണ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതം. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വരദാനമാണ് തീരുമാനമെടുക്കാനുള്ള അവൻ്റെ കഴിവെന്ന് പറയുന്നത്. അപ്പം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കുകയും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ലക്ഷ്യങ്ങളിലെത്താൻ കഴിയുകയും വേണം. അത് വളരെ ആവശ്യമാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ യാത്രയെ മറ്റൊരാളുടെ യാത്രയുമായിട്ട് കമ്പയർ ചെയ്യും. ചിലപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരിക്കുകയുള്ളൂ, ആ വ്യക്തി അവരുടെ യാത്രയുടെ പകുതിയോ അല്ലെങ്കിൽ അവസാനമോ ആയി കാണും. അത് വെച്ചിട്ടായിരിക്കും തുടക്കക്കാരായ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിത യാത്രകൾ പ്രധാനമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിത നിയോഗങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. നമ്മളുടെ യാത്രയെ അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളെ ഒരിക്കലും മറ്റൊരാളുമായി കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന പോലെ ആകണം അല്ലെങ്കിൽ അവരാകാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ച് വിഷമിക്കാതെ ഇരിക്കുക. അത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. നമ്മുടെ സമയത്തിനെ വെറുതെ കളയുന്നത്, നമ്മളെ മാനസികമായും വൈകാരികമായും ശാരീരികമായും ഒക്കെയും വിഷമിപ്പിക്കുന്ന പല സംഗതികളും ഉണ്ടാകാം. അവ ഏതാണെന്ന് കണ്ടെത്താൻ കഴിയുക വളരെ പ്രധാനമാണ്. ഡീക്ലട്ടർ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അതായത് ഫിസിക്കലി ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഡീക്ലട്ടർ ചെയ്യുക. നമ്മളിരിക്കുന്ന സ്പേസിൻ്റെ എനർജി വളരെ പ്രധാനമാണ്. അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. അതുപോലെ തന്നെ മാനസികമായി നമുക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളെ അതിനെ ഡീക്ലട്ടർ ചെയ്യുക. അതോടൊപ്പം നമ്മളുടെ സമയം ആവശ്യമില്ലാതെ കളയുന്ന നെഗറ്റീവായ ഒരു എനർജി നമ്മളിലേക്ക് തരുന്ന അനവധി കാര്യങ്ങളുണ്ടാകാം. അവ ഏതാണ് എന്ന് മനസ്സിലാക്കിയും അവയെ എല്ലാത്തിനെയും ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് വ്യക്തതയുണ്ടാകും, നമ്മളുടെ മനസ്സിന് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അത് വളരെ ആ ഒരു ഊർജം വളരെയധികം പ്രധാനമായൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വർഷം വളരെ വ്യക്തമായിട്ട്
നമ്മുടേതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയ ഡിറ്റർമിനേഷനോടുകൂടി, ഡെഡിക്കേഷനോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. അതിന് ഡിസിപ്ലിനും വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ, ഈ 3 Ds നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതിന് ഉള്ളിൽ നിന്നുണ്ടാകുന്ന മോട്ടിവേഷനാണ് ആവശ്യം. സ്വയം സ്നേഹിക്കാൻ കഴിയണം. സ്വന്തം ജീവിതത്തിന് ഒരു 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 വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക. സ്വയം സ്നേഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. നമ്മിലുള്ളത് മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. സ്വയം സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച് തന്നെ നമ്മളെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒരു ബഹുമാനമുണ്ടാകും. നമ്മൾ സെൽഫ് വാല്യൂ കൊടുക്കാൻ തുടങ്ങും, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് നമുക്ക് ഏറ്റവും പ്രധാനമാണ്. നമുക്ക് നമ്മളെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവരും നമ്മളെ ബഹുമാനിക്കുകയില്ല. അങ്ങനെ സ്വന്തം വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒക്കെ കൊടുക്കുന്ന ആ സെൽഫ് റെസ്പെക്റ്റ് വഴി നമുക്കുണ്ടാകുന്നൊരു ആത്മവിശ്വാസമുണ്ട്. ആ സെൽഫ് കോൺഫിഡൻസ് ആണ് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നവയെ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ടാകും. പ്രപഞ്ചത്തിന് എല്ലാത്തിൻ്റേതായ ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് കരുതി എല്ലാ ലക്ഷ്യങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതിരിക്കുകയോ വിഷമിച്ചിരിക്കുകയോ ഒന്നുമല്ല വേണ്ടത്. പേഴ്സിസ്റ്റൻ്റായിട്ട് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും വളരെ പ്രൊഡക്റ്റീവായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വ്യക്തമായൊരു ലക്ഷ്യത്തോടെ എഴുന്നേൽക്കുകയും രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി ഇന്നത്തെ എൻ്റെ ദിവസത്തിന്, ഇന്നത്തെ എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് മനസ്സിൽ നമുക്ക് കാണാൻ കഴിയത്തക്ക വിധം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ കഴിയാത്ത വിധം ഓരോ ദിവസങ്ങളെയും മനോഹരമാക്കി മാറ്റാനും കഴിയുമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എത്രത്തോളം മനോഹരമാകും. അവർ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഈ ഒരു 2024 എല്ലാവർക്കും അവരവരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പൂർത്തിയാക്കാൻ സഹായിക്കുന്നൊരു വർഷമാകട്ടെ. എല്ലാ ഐശ്വര്യവും എല്ലാ സമൃദ്ധിയും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വെല്ലുവിളികളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനുള്ള മനസ്സിന് ശക്തി ഉണ്ടാകട്ടെ. സോ വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഓൾ.